തലേ രാത്രിയിൽ പത്രോസ് കിടന്നുറങ്ങുമ്പോൾ, കാരണം പത്രോസിന് അറിയാം, ഇത്രയും വീശിയിട്ടും ഒരു മീൻ പോലും പിടിക്കാത്തിടത്തുനിന്ന് എനിക്ക് മീൻകൂട്ടത്തെ തന്ന ദൈവത്തിന്, പനിച്ചു തുള്ളിക്കിടന്ന എന്റെ അമ്മായിയമ്മ ഒറ്റപ്രാ തൊടല് കൊണ്ട് ചാടി എഴുന്നേൽപ്പിച്ച എന്റെ ദൈവത്തിന്, നികുതി കൊടുക്കാൻ പണമില്ലാതിരുന്ന എനിക്ക് ഒരു മീന്റെ വായിൽ നിന്ന് ബ്രഹ്മപ്പണം എടുത്തു തന്ന ദൈവത്തിന്, ദേവാലയത്തിൽ ചുരുണ്ടുകൂടി കിടന്ന ആ മുടന്തനെ ചാടി എഴുന്നേൽപ്പിച്ച യേശുവിന്റെ നാമത്തിന്, ഈ തടവുകാരുടെ വാള് കണ്ട് ഞാൻ പേടിക്കുന്നില്ല. ഈ രാത്രിയിൽ ഞാൻ പേടിക്കുന്നില്ല. കാരണം എനിക്ക് വേണ്ടി ഇന്നലെ ഇടപെട്ട ദൈവത്തിന്, ഇന്നലകളിൽ ഇടപെട്ട ദൈവത്തിന് ഇന്നും ഇടപെടാൻ കഴിവുണ്ട്. മാതാവിന്റെ വയറ്റിൽ നിങ്ങൾ ഉരുവാക്കിയ ദൈവത്തിന് കഴിഞ്ഞ 30 വർഷം, കഴിഞ്ഞ 40 വർഷം, കഴിഞ്ഞ 10 വർഷം ദൈവം നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നില്ലേ? അപകടങ്ങൾ മുടിനാരിഴയ്ക്ക് അപകടങ്ങൾ തെന്നിമാറി പോയിട്ടില്ലേ? ഇടിമിന്നലും ഇടിയും ഹല്ലേലൂയ പ്രകൃതിക്ഷോഭങ്ങളും നമ്മെ മാടി വിളിച്ചപ്പോ ആ മരണക്കയത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചില്ലേ? പത്രോസിന് പേടിയില്ല. കാര്യം എനിക്ക് വേണ്ടി ഒരുവൻ ഇറങ്ങി വരും, ഒരുവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പകൽ എല്ലാ നിരാശ വാക്കുകളും മാറിപ്പോകട്ടെ, എല്ലാ ഡിപ്രഷനുകളും മാറിപ്പോകട്ടെ. യേശുവേ, എനിക്കൊരു സാധ്യതയും ഇല്ലെന്നാര് പറയുന്നു? എനിക്ക് സാധ്യതയുണ്ട്. എന്റെ ദൈവമാണ് എന്റെ സാധ്യത, എന്റെ ദൈവകരമാണ് എന്റെ സാധ്യത. എനിക്ക് വേണ്ടി എന്റെ കർത്താവ് പ്രവർത്തിക്കും, അതാണ് സാധ്യത. ഒരു തടവ് മുറിയിൽ പത്രോസിനെ ഒതുക്കാൻ, 2 ചങ്ങല കൊണ്ട് കയ്യോ കാലോ ബന്ധിക്കാൻ ഹെരോദാവിന് അത്രയൊക്കെ കഴിഞ്ഞുള്ളൂ. പക്ഷേ ദൈവ സാന്നിധ്യം എന്ന ഈ ശബ്ദം ഇതാണ്. ദൈവ സാന്നിധ്യം വരുമ്പോൾ നമ്മുടെ പരിമിതികൾ ദൈവം മാറ്റും. ദൈവ സാന്നിധ്യം നമ്മുടെ ബന്ധനങ്ങളെ തകർക്കും. ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ ശത്രു കെട്ടുന്ന ചങ്ങലകളെ തകർക്കും. നമ്മുടെ ശരീരത്തെ രോഗം കൊണ്ട് ബന്ധിക്കാൻ ശത്രു ശ്രമിക്കുമ്പോൾ ഇന്ന് തിരിച്ചറിയുക, ദൈവ സാന്നിധ്യത്തിന് ഈ ചങ്ങലയെ തകർക്കാൻ കഴിയും. ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. തിരിച്ചറിയുക, വിളിച്ചു പറയുക, എന്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തിന് എന്റെ ഭവനത്തെ അലട്ടുന്ന സാമ്പത്തിക ചങ്ങലയെ പൊട്ടിച്ചു കളയാൻ, കടബാധ്യതയുടെ ചങ്ങലയെ പൊട്ടിച്ചു കളയാൻ ദൈവത്തിന് കഴിയും. ഏലിയാവിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. കെരീത്തിന്റെ തോട് വറ്റിയാലും കാക്കയുടെ വരവ് നിന്നാലും പത്രോസിനെ തട്ടിയിട്ട് പറയുക, വേഗം എഴുന്നേക്ക്, വേഗം എഴുന്നേക്ക്, യാത്ര ചെയ്തോ, മുമ്പോട്ട് പോക്കോ. നീ തളർന്നിരിക്കേണ്ട വ്യക്തിയല്ല, നീ ക്ഷീണിച്ചിരിക്കേണ്ട വ്യക്തിയല്ല. നിന്നെ മൂടുന്ന ഈ പ്രശ്നങ്ങളുടെ മുകളിൽ നിന്ന് നീ കുതിച്ചെഴുന്നേൽക്കേണ്ട വ്യക്തിയാണ്.